തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താനും ചെയ്യയില്ലല്ലോ. ആകി വേണ്ട ആശ്രയമേകാം, കൺകരങ്ങൾ പിൻവീടുണ്ട്, തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താനും ചെയ്യുകയില്ലല്ലോ. ആകട്ടെ, ഒരു ദിവസം കൂടി എൻ്റെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ ഈ ഭൂമിയിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന അവസരത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. സദൃശ്യവാക്യം 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാവരും അതിന് ഉത്തരം പറയണം. നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണല്ലേ. ദൈവമാണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്, ആർക്കും ഒരു സംശയമില്ലല്ലോ. നമ്മെ ദൈവം സൃഷ്ടിച്ചു, നാമോ ദൈവത്തെ ഉണ്ടാക്കി, അല്ലേ? ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. കഴിഞ്ഞ നാളുകളിൽ നമ്മളിവിടെ ഇരിക്കുന്ന ആരും ആദ്യമേ ജനിച്ചപ്പോഴേ ദൈവത്തെ അറിഞ്ഞവരല്ല. വഴിയിൽ ചില സാഹചര്യങ്ങളിൽ കടന്നുപോയപ്പോൾ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ നമ്മെ ദൈവം സൃഷ്ടിച്ചു, നാമോ ദൈവത്തെ ഉണ്ടാക്കി, അല്ലേ? നാമോ ദൈവത്തെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. അങ്ങനെ നമ്മൾ പല പാപ വഴികളിലൂടെ നടന്നവർ, പല രീതിയിലും നമ്മൾ പാപ വഴികളിലൂടെ നടന്നവരാണല്ലേ. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകാതെ പല പാപ വഴികളിലും കൂടെ ജീവിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാൽ കരുണാമയനായ ദൈവം നമ്മെ ആ വഴിയിൽ വിടുന്നത് കർത്താവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യാഗമായി തീർന്നു, അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കാൽവറിയിൽ നമ്മുടെ കർത്താവ് പരമയാഗമായി. എന്തിനു വേണ്ടി? നമ്മെ നമ്മുടെ ഇഷ്ടത്തിന് വിടാതെ, ഈ ഒരു മരണ വഴിയിൽ ഞങ്ങളെ വിടാതെ ജീവങ്കിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കർത്താവ് കാൽവറി ക്രൂശിൽ വഹിച്ചു. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് മഹാഭാഗ്യത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചു. നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിനെ തന്ന് ഈ ആത്മാവിനെ ദൈവം നാശത്തിലേക്ക് മരണത്തിലേക്ക് പോവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് മനസ്സായി, അല്ലേ? എന്നാൽ യോഹന്നാൻ 14:6 പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഈ വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ നമ്മൾ അറിയാതിരുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവം, ഇപ്പൊ ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളൊരു വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു ഫ്രിഡ്ജെന്ന് തന്നെ നമുക്ക് വെക്കാം. നമ്മളെല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, അല്ലേ? ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിച്ചാൽ ആ ഫ്രിഡ്ജ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നതിൻ്റെ കൂടെ നമുക്കൊരു ഒരു ബുക്കും കൂടെ തരും, ഇല്ലേ? തരൂലേ? അപ്പൊ അതിൽ നോക്കിയാണ് നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ച ഒരുവിധമൊക്കെ നമുക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യും. പക്ഷെ ആദ്യകാലങ്ങളിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ എങ്ങനെയാണ് ഈ ഫ്രിഡ്ജ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അതിൽ കാണുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം, അല്ലേ? ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഫ്രീസർ മൊത്തവും ഐസ് കട്ട നിറഞ്ഞു. ഫ്രീസറിൽ ഐസ് കട്ട നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പേപ്പർ നോക്കാതിരുന്നാൽ നമ്മൾ ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് പോയി ഈ ഐസ് കട്ടകളെല്ലാം കുത്തി എടുത്ത് ശരിയായി നീറ്റായി എന്ന് പറഞ്ഞാൽ ആ ഫ്രിഡ്ജിന് എന്ത് പറ്റും? അത് നാശമായി പോകും. അതുപോലെ നമ്മെ സൃഷ്ടിച്ചവനായ കർത്താവ് ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നീ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, നീ എവിടെ പോകണം, നീ ആരെ നമസ്കരിക്കണം, ആരെ ആരാധിക്കണം, എന്ത് പറയണം, എന്ത് തിന്നണം, ഈ ഒരു പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? ഒരു പ്രമാണം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അറിയാതെ കിടന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ പ്രമാണം എന്തെന്ന് അറിയാതെ കിടന്ന കാലത്താണ് നമ്മൾ പാപത്തിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായത്, അല്ലേ?
അപ്പൊ ആ കർത്താവ് നമ്മെ രക്ഷിച്ച് പല പാപ വഴികളിലൂടെയും നടന്ന് നമ്മെ രക്ഷിച്ച് ഇന്ന് നമ്മളിവിടെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയാണ്, നമ്മൾ വായിച്ച വചനം എന്താണ്? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളാണ്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി ഏതാണ്? നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ മരണ വഴിയിലേക്കായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ മരണം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന മരണം നമ്മുടെ ഈ ശരീരത്തിന്റെ മരണമല്ല. ശരീരം എന്നായിരുന്നാലും മരിക്കും, ഇല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് അവസാനം ഒരു മരണമുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവ്, ഇത് ദൈവം തന്നതാ. ഈ ആത്മാവ്, ഈ ദൈവം തന്ന ഈ ആത്മാവെ ഈ മരണം എന്ന് പറയുന്ന നരകത്തിലേക്ക്, നരകയോഗ്യമായി തീരാതെ വണ്ണം ആ നരകത്തിൽ കത്തുന്ന തീജ്വാലയിലേക്ക് നമ്മുടെ ആത്മാവ് പോയി വീഴാതിരിക്കേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായി യാഗമായി. ആ യാഗമായി തീർന്ന ദൈവം കല്ലറയിൽ അടക്കപ്പെട്ട അവിടെ കല്ലറയിൽ കർത്താവ് ഒതുങ്ങിയില്ല. ആ കല്ലറ തുറന്ന് കർത്താവ് പോയി, ഇല്ലേ? കർത്താവ് പോയിട്ട് അപ്പൊ നമ്മുടെ ഇന്ന് എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ഇന്ന് തുറന്നു കിടക്കുന്നത്. എന്നിട്ട് ആ കർത്താവ് പോയി. അന്ന് കർത്താവ് പോകുന്ന സമയത്ത് അവിടെ കുറെ പുരുഷന്മാർ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ, അവിടുത്തെ കർത്താവ് ദൂതന്മാർ വന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു വീണ്ടും മടങ്ങി വരും. അത് എന്തിനു മടങ്ങി വരും? നമ്മെ ചേർക്കാൻ, അല്ലേ? ഈ കർത്താവ് വീണ്ടും മടങ്ങി വരും. അപ്പൊ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു വഴിയുണ്ട്, അല്ലേ? ഉയർത്തെഴുന്നേറ്റ് പോയ ഒരു വഴിയുണ്ട്. മറ്റാരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് പോയിട്ടുണ്ടോ? എല്ലാ കല്ലറും അടഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു വഴി, കർത്താവ് പോയ വഴി ആർക്കേ അറിയാവൂ? കർത്താവിന് മാത്രമേ അറിയാവൂ, അല്ലേ? അതാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഇന്ന് നമുക്ക് എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ വഴി ചോദിച്ചേ പോകാൻ പറ്റും. ഇന്ന് ഗൂഗിൾ മാപ്പൊക്കെ അടിച്ച് നമുക്ക് പോകാൻ പറ്റുമല്ലേ? പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെ പോകാൻ പറ്റില്ല. അതുപോലെ സ്വർഗത്തിൽ ഇന്ന് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ആ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ദൈവം, ആ ദൈവത്തിന് മാത്രമേ ആ വഴി അറിയാവൂ. ആ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആശത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ആ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് കർത്താവ് ചെയ്ത പങ്കപ്പാടുകൾ, അല്ലേ? എന്തിനു വേണ്ടി? നമ്മൾ ആരും നശിച്ചു പോകരുത്. അപ്പൊ ആ വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിന്റെ അടുക്കൽ നമ്മൾ എത്തണമെങ്കിൽ, നാം സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുത്തെങ്കിലേ പറ്റും. വേറെ ഒരു വഴിയുമില്ല. അതല്ല എങ്കിൽ നമ്മൾ നിത്യമായ നരകത്തിൽ എന്നും അവിടെ നമുക്ക് പിന്നെ അവിടെ നിന്ന് പോകാൻ വേറൊരു സ്ഥലമില്ല, അല്ലേ? ആ ഏത് വഴി നാം തിരഞ്ഞെടുക്കണം, അത് നമുക്കുള്ള ചോയ്സാണ്, മറ്റാർക്കും ഉള്ളതല്ല. ഈ ഭൂമിയിൽ ജനിച്ച അന്ന് മുതൽ നമ്മൾ എന്ന് മരിക്കുന്നു, 100 വയസ്സെന്ന് വെച്ചോ, ഈ 100 വയസ്സ് വരെ ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ കാലയളവ്, ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. നമ്മൾ തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഭർത്താവോ എൻ്റെ മോനോ അല്ലെങ്കിൽ മരുമോനോ ആരും എനിക്ക് വേണ്ടി വഴി ഒരുക്കൂല, ഈ വഴി തിരഞ്ഞെടുക്കൂല. ഈ വഴി എനിക്ക് വേണ്ടി ഞാൻ തന്നെ തിരഞ്ഞെടുക്കണം. അപ്പൊ ഈ കാലയളവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ വഴി തിരഞ്ഞെടുക്കാൻ. നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം? നിങ്ങൾക്ക് ദൈവത്തിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം? നിങ്ങൾക്ക് എവിടെ പോകണം? നരകത്തിൽ പോകണോ? ഓക്കെ, സ്വർഗത്തിൽ പോകണോ? എങ്കിൽ ഈ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ വഴി തിരഞ്ഞെടുത്ത് നമ്മൾ കർത്താവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. സങ്കീർത്തനം 116:8, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചു. അപ്പൊ നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു, അല്ലേ? നമ്മൾ മരിച്ച് നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകേണ്ടതായിരുന്ന നമ്മുടെ പ്രാണനെ എന്തിൽ നിന്നും വിടുവിച്ചു? മരണത്തിൽ നിന്നും നമ്മുടെ കർത്താവ് വിടുവിച്ചു. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കർത്താവ് വിടുവിച്ചു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് ഉല്ലസിച്ച് ജീവിച്ചതാണ് ഞാൻ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെ കണ്ണുനീരായിരുന്നു നമ്മുടെ ജീവിതം മുഴുവനും, അല്ലേ? കണ്ണുനീരും നിലവിളിയും, ആരും കാണാതെ എത്ര പ്രാവശ്യം നിങ്ങൾ ബാത്റൂമിൽ പോയിന്ന് കരഞ്ഞിട്ടുണ്ട്? എത്ര പ്രാവശ്യം ആരും കാണാതെ ഏതെങ്കിലും മുറികളുടെ മൂലയിൽ പോയിന്ന് കരഞ്ഞിട്ടുണ്ട്? കണ്ണുനീരിൻ്റെതായ അവസ്ഥയായിരുന്നു നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ. കരഞ്ഞ് 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 കണ്ണുനീര്
തലകണ നനച്ച രാത്രികൾ എനിക്കുണ്ടായിരുന്നു. ആ തലകണ മറിച്ചിട്ട് കിടന്നിട്ടുണ്ട്. അപ്പൊ ആ കണ്ണുനീരിൽ നിന്നുമാണ് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചത്. നമുക്കൊരിക്കലും പറയാൻ പറ്റൂല ഞങ്ങൾ സുഖത്തോടെ ഇന്നാണെങ്കിലോ അവൻ നമ്മുടെ കണ്ണുനീരിൽ നിന്നും നമ്മെ വിടുവിച്ചു അല്ലേ. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു അല്ലേ. എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും അവൻ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഞാൻ ആകരുതാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു ഒരു 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 കത്തൽ, അയ്യോ ഞാൻ പോകാത്ത വഴിയിലാണ് ഞാൻ പോകുന്നത്, ഞാൻ അരുതാത്തൊരു വാക്കിൻ്റെ വായിൽ വന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നൊരു ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും അല്ലേ. അയ്യോ നീ പറയുന്നത് ശരിയല്ല, പറയല്ലേ. അഥവാ പറഞ്ഞു പോയാൽ നമുക്ക് അത് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നിരപ്പ് പ്രാപിക്കുന്നതിൽ നമുക്ക് സ്വസ്ഥതയില്ല. അങ്ങനെയല്ലേ ഇപ്പം നമ്മുടെ ജീവിതം? നമ്മളെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിന് വീഴ്ച, നമ്മൾ പോകരുതാത്ത വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മെ നടത്തുന്നത്. നമ്മെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ച് നമ്മെ നടത്തുന്ന, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് നിനക്കൊരു കളങ്കം വരരുത്, നിന്റെ ജീവിതത്തിൽ തെറ്റ് വരരുത് എന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ കാലിനെ വീഴ്ചയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമായ കർത്താവ് ഇന്ന് നമ്മെ നടത്തുന്നുണ്ട്. ആ ദൈവത്തിന് ഞങ്ങൾക്ക് നന്ദി പറയാമോ? ഹല്ലേലൂയ. കീർത്തനം 1:1 പറയും, ഇനി കർത്താവ് നമ്മെ രക്ഷിച്ചു, വിടുവിച്ചു, അവൻ്റെ പാതയിൽ നമ്മെ കൊണ്ടുവന്നു, ഇന്ന് അവൻ്റെ വഴിയിൽ നമ്മെ നടത്തുന്നു. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം? സങ്കീർത്തനം 1:1 പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ഇനി നമ്മുടെ ജീവിതം, നമ്മുടെ കണ്ണും നമ്മുടെ ശ്രദ്ധ ഏകാഗ്രതയോടെ, ഇന്ന് പലപ്പോഴും പലർക്കും ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതെന്നറിയാമോ? നമ്മുടെ അശ്രദ്ധയാണ്. പലരും പറയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ശ്രദ്ധ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ഇവിടെ അല്ല. ഇവിടെ ഇരിക്കുമ്പോൾ നാളെക്കുറിച്ചുള്ള ചിന്ത, നമ്മുടെ ബാക്കിയുള്ള വിചാരം, ഈ ബാക്കിയുള്ള കാര്യങ്ങൾ വിചാരിക്കാനും ചിന്തിക്കാനും ഇവിടെ നിന്ന് പോയിട്ട് പോരെ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വചനം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? ഇത് എന്നെ ജീവങ്കിലേക്ക് കൊണ്ടുപോകുന്ന വചനമാണ്. ഈ വചനമാണ് എന്നെ രക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലായിരിക്കണം, അവൻ്റെ മുഖത്തേക്കായിരിക്കണം നമ്മളെ ശ്രദ്ധ. ഏകാഗ്രതയോടെ കർത്താവിൻ്റെ വചനം നമ്മളെ എങ്ങനെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ആകർഷിക്കണം. അപ്പൊ 1-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ നമ്മൾ പാപികളുടെ വഴിയിൽ നിന്ന് പോകും. മനസ്സിലായ? നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആലോചനകൾ കേൾക്കണം. ആവശ്യമാണ് നമുക്ക് ആലോചനകൾ അല്ലേ. ഓരോ കാര്യം വരുമ്പോൾ അതിനൊരു ആലോചന നമുക്ക് കേൾക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവവചനത്തിൽ നമുക്കില്ലാത്ത ഒരാലോചനയും ഇതിലില്ല. നമ്മുടെ ആരുടെ എന്ത് ആവശ്യത്തിനും ആലോചന ഇതിൽ നോക്കിയാൽ നമുക്കുണ്ട്. എല്ലാത്തിനും ഉത്തരം നമുക്കിതിലുണ്ട്. ചിലപ്പോൾ നമുക്കത് മനസ്സിലായില്ലെന്ന് വരും വായിച്ചാൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ ദൈവദാസൻ്റെ എടുക്കുകയും ദൈവദാസിൻ്റെ എടുക്കുകയും, ഇതാണ് എൻ്റെ വിഷയം, എനിക്ക് ഒരു ആലോചന പറഞ്ഞു. ഈ ദൈവദാസനോ ദൈവദാസിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരോ പറഞ്ഞു കൊടുക്കുന്ന ആലോചനകളെ അതെൻ്റെ ഹൃദയത്തിന് ഇഷ്ടമല്ലായിരിക്കും. ഈ ആലോചന ഉണ്ടല്ലോ, ഈ ആലോചന നമ്മൾ കേട്ടാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിന് ചിലപ്പോൾ അത് ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും. നമുക്ക് ഈ ആലോചന കേൾക്കാനായിട്ട് നമുക്ക് ഇഷ്ടമല്ല. എന്താണ്? എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഒരു ആലോചന അല്ല ഞാനത് കേട്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരടുത്ത് ആലോചന ചോദിക്കുന്നത്, പുറത്തുള്ളവരടുത്ത് ആലോചന ചോദിക്കാൻ പോകുമ്പോൾ അവർ നമ്മുടെ ഹൃദയം സന്തോഷിപ്പിക്കാനായിട്ട് കുറേ നല്ല ഇഷ്ടമുള്ള ആലോചനകൾ പറഞ്ഞു തരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കും. ദൈവത്തെ അറിയാത്ത, ദൈവമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ആലോചന കേൾക്കാൻ പോകരുത്. അങ്ങനെ പോയാൽ ദുഷ്ടന്മാരുടെ ആലോചന നിങ്ങൾ കേട്ടാൽ പാപികളുടെ വഴിയിൽ നിന്നു പോകും. ആ കേട്ട് 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 നമ്മൾ അവിടെ എന്ത് നിന്നു പോകും? അവരുടെ വഴിയിൽ അങ്ങ് നിന്നു പോകും, സ്റ്റക്കായി പോവില്ല. അങ്ങനെ ആകുമ്പോൾ എന്തിനാണ്? പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്നു പോകും. എന്നും അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ? പോയി ഇരിക്കുക അവരുടെ കൂട്ടത്തിൽ. അപ്പൊ എന്ത് കിട്ടും? നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായത് അവരിൽ നിന്ന് കിട്ടൂല.
ഇതിൽ നിന്നല്ലാതെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. മനുഷ്യന് ചൊവ്വായി തോന്നുന്ന വഴികൾ നമ്മൾ തിരഞ്ഞെടുത്താൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഉള്ള ആലോചനകൾ മറിച്ചു കളഞ്ഞിട്ട് മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്രകാരമുള്ള വഴികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം മരണവഴികളായിത്തീരും. അതുകൊണ്ട് ഒത്തിരി കഷ്ടമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് താമസമായിരിക്കാം ഉത്തരം കിട്ടുന്നതിന്. ദൈവത്തിൻ്റെ ആലോചന അല്ലാത്ത യാതൊന്നും നമ്മൾ സ്വീകരിക്കരുത്. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായി, ആ വചനവുമായി എപ്പോഴും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്ത ദൈവമുഖത്തേക്ക് തന്നെ ആയിരിക്കണം. അതൊന്നും മാറിപ്പോകാൻ ഇടവരരുത്. അപ്പൊ എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കരുത്. വെളിപ്പാടിൻ്റെ 22:4 ഇത് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ വെളിപ്പാടിൻ്റെ 22:4 എനിക്ക് ദൈവം തന്ന ഒരു ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവം എനിക്ക് ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥനയിലിരുന്നപ്പോൾ എനിക്ക് ദൈവം ഒരു ദർശനം തന്നു. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് വായിക്കൂ. അവരുടെ നെറ്റിയിലിരിക്കും, ഇനി രാത്രി ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവിടെ പ്രകാശിക്കുന്നത് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. ആമേ, മതി. അപ്പോൾ ഇവിടെ പറഞ്ഞ അവന്റെ നാമം എവിടെ ഇരിക്കും? അവരുടെ നെറ്റിയിലിരിക്കും. ആരാണ് അവര്? രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്ന ദൈവമക്കളെയാണ് പറയുന്നത്. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. രക്ഷിക്കപ്പെട്ട് നാം ദൈവഭാഗത്ത് വന്നപ്പോൾ നമുക്ക് ഒരു മുദ്ര ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ആ മുദ്ര? യേശുക്രിസ്തുവിന്റെ നാമം എന്നൊരു മുദ്ര നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ മുദ്രയാണ് അടയാളം. ഇത് യേശുവിൻ്റെ വകയാണ്. ഇവൻ യേശുവിൻ്റെ പൈതലാണ്, ഇവൾ യേശുവിൻ്റെ പൈതലാണ്. പിശാചി നോക്കുമ്പോൾ അത് യേശുവിൻ്റെ മക്കളാണ്. ഈ ഒരു മുദ്ര നമുക്കിവിടെ കർത്താവ് തന്നിട്ടുണ്ട്. ഈ മുദ്ര അടുത്ത ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് 20:4 യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുന്നവരും. ആരാണ്? ദൈവമക്കളല്ലേ. മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമ്മൾ ഇന്ന് നമസ്കരിക്കുമോ? നമ്മുടെ നെറ്റിയിൽ എന്ത് നാമമാണ് ഇരിക്കുന്നത്? യേശുവിന്റെ നാമമാണ് നമ്മുടെ നെറ്റിയിലുള്ളത്. അപ്പൊ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാത്തവരുമായിരിക്കുന്നവരുടെ ആത്മാക്കളെ. അപ്പൊ നമ്മുടെ നെറ്റിയിൽ ഒരു മുദ്ര ദൈവം തന്നിട്ടുണ്ട്, ഒരു അടയാളം. ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ മോശയിലൂടെ കർത്താവ് അവരെ വിടുവിക്കാനായിട്ട് പോയല്ലേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 10 ബാധ ദൈവം അയച്ചു. ഈ 10 ബാധയിൽ അവസാനത്തെ ബാധ എന്തായിരുന്നു? എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിക്കണം എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പൊ ഈ എല്ലാ കടിഞ്ഞൂലുകളെയും സംഹരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനം ആ കടിഞ്ഞൂലുകൾ സംഹരിക്കുന്ന ദൈവന് ഇഷ്ടമാണോ? അല്ല. അപ്പൊ ദൈവം അവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാ ദൈവമക്കളുടെ ഇസ്രായേൽ മക്കളുടെ ഭവനം, ഓരോ ഭവനത്തിന്റെ മേലും ഒരു ആട്ടിൻകുട്ടി അറുത്ത് ബ്ലഡ് എടുത്ത് കട്ടളപ്പടിമേലും കുറുതടിമേലും തേക്കണം ഇല്ലേ. അങ്ങനെ ഒരു നിയമം കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? സംഹാരദൂതൻ, ഈ ആദ്യത്തെ കടിഞ്ഞൂലിനെ സംഹരിക്കാൻ വരുന്ന സംഹാരദൂതൻ വരുമ്പോൾ കട്ടളപ്പടിമേലും കുറുതടിമേലും കുഞ്ഞാടിന്റെ രക്തം കാണുന്ന ആ ഭവനം ഒഴിഞ്ഞു പോകും അല്ലേ. മിസ്രൈമിൽ അന്ന് മുഴുവനും നിലവിളിയായിരുന്നു അല്ലേ. മിസ്രൈമിൽ മൊത്തം നിലവിളിയായിരുന്നു. എന്തുകൊണ്ട്? എല്ലാ കടിഞ്ഞൂലിനെയും കൊന്നുകളഞ്ഞു. എന്നാലോ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഭവനത്തിലും നിലവിളി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ആ കട്ടളപ്പടിമേലും കുറുതടിമേലും കുഞ്ഞാടിന്റെ രക്തം ഉണ്ടായിരുന്നു അല്ലേ. ഒരു അടയാളം കർത്താവ് കൊടുത്തു. ഇന്ന് ദൈവമക്കളായിരിക്കും നമുക്ക് നമ്മുടെ നെറ്റിയിൽ യേശു കർത്താവിന്റെ നാമം എന്ന ഒരു മുദ്ര തന്നിട്ടുണ്ട്. ഈ മുദ്രയെ മാച്ചിട്ട് ഇവിടെ നമ്മൾ രണ്ടാമത് യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തലഛേദിക്കപ്പെട്ടവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാത്തവരും. അപ്പോൾ ഈ മുദ്രയെ മായ്ച്ചിട്ട് മറ്റൊരു മുദ്ര ഇടാനായിട്ട് പിശാച് പ്ലാൻ ചെയ്യുന്നു. വ്യക്തമായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു ദർശനപ്രകാരം ഞാൻ പറയാണ്. ദൈവമക്കൾ വളരെ സൂക്ഷിച്ചിരിക്കണം. പിശാചിന്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഉപവാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ ശക്തമായി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ. ഒത്തിരി പ്രാർത്ഥന നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ അവന്റെ കൂട്ടിനകത്ത് നിന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത് ഇല്ലേ. എല്ലാവർക്കും അറിഞ്ഞുകൂടിയത് നമ്മളെ പ്രാർത്ഥന.
പിശാചിന്റെ കൂട്ടിൽ ചെന്ന് അവന്റെ കയ്യിൽ ഇരിക്കുന്നവരെയാണ് നമ്മൾ പിടിച്ചു മേടിക്കാൻ പോയത്. അവന് പിടിക്കുമോ? ഇല്ല. അപ്പോൾ അവൻ ഒരാലോചന ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരെ അവൻ ഒരു നോട്ടം വിട്ട് വെച്ചിട്ടുണ്ട്. ദിവസങ്ങൾ വ്യക്തമായിട്ട് ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു അടയാള പ്രകാരമാണ്. അതുകൊണ്ട് ദൈവവേല ചെയ്യുന്നവര് ഏകാഗ്ര ഹൃദയത്തോടെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും അല്ലേ. ഇപ്പൊ മിസ്രൈമില് അല്ലെ ഇസ്രായേൽ മക്കള് അവര് ദൈവത്തെ വിട്ടുപോയപ്പോഴെന്ത് പറ്റി? ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ടുപോയപ്പോൾ എന്ത് പറ്റുന്ന? ദൈവം വേറൊരു രാജാവിനെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അവരെ ഏൽപ്പിച്ചു. അത് അവരെ നശിപ്പിക്കാനായിരുന്നു? അല്ല. അവരെന്ത് ചെയ്യണം? കർത്താവിനോട് നിലവിളിക്കണം, ദൈവത്തോട് അടുത്ത് വരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത ഒരു വഴിയോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യും. എപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുന്നോ അവരെ നമ്മളിൽ നിന്ന് ചിലപ്പോൾ അകറ്റിയെന്ന് വരും. അത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ഇത്രയും നാൾ നമ്മൾ സ്നേഹിച്ച് കരുതി കൊണ്ടു നടന്ന അവർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അവർ നമ്മുടെ അടുത്ത് വിരോധമാകുമ്പോൾ, അവർ നമ്മളെ ഒന്ന് അകറ്റി നിർത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനയുണ്ടാകും. ആ വേദന സമയത്ത് എന്തിനു വേണ്ടിയാണ് കർത്താവ് തരുന്നതെന്നറിയാമോ? മറിച്ച് കർത്താവിൻ്റെ അടുക്ക ചെല്ലണം, നിലവിളിച്ച്, കർത്താവേ, നീ അല്ലാതെ ഈ ഭൂമിയിൽ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാ കർത്താവ് ഇങ്ങനെ ചില സാഹചര്യങ്ങൾ. നമ്മൾ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഈ ഒരു സന്തോഷം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു സന്തോഷത്തിലേക്ക് പോകും. എവിടെ കിട്ടും സന്തോഷം? ലോകത്തിലുള്ള സന്തോഷത്തിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ അങ്ങനെ പോകരുത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ നമ്മൾ തിരിച്ച് കർത്താവിലേക്ക് തന്നെ മടങ്ങി വരണം, അവനെ തന്നെ അന്വേഷിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവവചനം ഏകാഗ്രതയോടെ, ദൈവമുഖത്തേക്ക് ഏകാഗ്രതയോടെ നോക്കിയില്ല എങ്കിൽ പിശാച് നമ്മെ വീഴ്ത്തിക്കളയും. നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരെയാണ് എനിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവമുഖത്തേക്ക് നോക്കുക. മറ്റൊന്നിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ പോകരുത്. എല്ലാം സ്നേഹിക്കണം, എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. ദൈവം ഇഷ്ടം അതാ. പക്ഷേ കർത്താവിനേക്കാൾ നമ്മൾ ഈ ദിവസങ്ങളിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കേട്ട് ചില കാര്യങ്ങളല്ലേ, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നൊരു വചനം നമ്മൾ കേട്ടല്ലേ, ശീതോഷ്ണവാൻ. അപ്പൊ നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങൾ ദൈവം വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത അനുഭവത്തിരിക്കല്ലേ. അത് മാത്രമല്ല, വേറൊരു വചനം പറയും, നിന്റെ ആദ്യ സ്നേഹം. കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ഇവിടെ വന്ന ഭാഷ പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ആദ്യ സ്നേഹം നമുക്കില്ല, നമുക്ക് തന്നെ അറിയാം അല്ലേ. നമുക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ദിവസങ്ങളിൽ നമ്മുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടി അവിടെ ഇവിടെയും കിടന്ന് ഓടല്ലേ, മറ്റു മനുഷ്യരുടെ സ്നേഹം തേടി പോവല്ലേ. ഒരു മനുഷ്യനും നമ്മെ സ്നേഹിക്കില്ല. നമ്മൾ കർത്താവിലേക്ക് എവിടെയെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിലോ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത അനുഭവം ഉണ്ടെങ്കിലോ, നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടങ്ങി ചെല്ലണം, അവനെ നോക്കണം. അവൻ്റെ മുഖത്ത് നമ്മുടെ കണ്ണോ ശ്രദ്ധയോ പോവരുത്. അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ അവനെ ആകർഷിക്കുന്നത് പോലെ ഈ വചനമായിരിക്കണം നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിയിരിക്കേണ്ടത്, ചേർന്നിരിക്കേണ്ടത്. ആ ഒരു അനുഭവം വിട്ടിട്ട് ഏകാഗ്രതയോടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഓടാൻ ശ്രമിക്കല്ലേ. പിശാച് നമ്മെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ഒരു വചനം വായിക്കാം. മത്തായി 13:3-9 വരെ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയേരിയെ വീണു, ചിലത് എവിടെ വീണു? മുള്ളിനിടയിൽ വീണു അല്ലേ. ചിലത് പാറപ്പുറത്ത് വീണു, ചിലതോ നല്ല നിലത്ത് വീണു. നമ്മൾ ഏതവസ്ഥയാണ് നമ്മുടേത്? നമ്മളിന്ന് ചിന്തിക്കണം. വിതച്ചപ്പോൾ പറവകൾ വന്ന്, പിശാച് വന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തോണ്ട് പോയോ? നമ്മുടെ ഹൃദയത്തിൽ വീണ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയോ? നമ്മൾ ശ്രദ്ധിക്കണം. അതോ നമ്മുടെ ഹൃദയത്തിൽ വീണ വിത്ത്, ഈ ദൈവവചനമാകുന്ന ഈ വിത്ത് ഞെരുങ്ങുന്ന ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരും. ദുഃഖം വരും, പ്രശ്നം വരും, രോഗം വരും, കഷ്ടത വരും, എല്ലാം വരും. പക്ഷെ ആ ഒരു അനുഭവത്തിൽ ഈ വചനം നമ്മെ ഞെരുക്കിക്കളഞ്ഞു. നമ്മൾ ഏതവസ്ഥയിലിരിക്കുന്നു? അതോ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ അല്ലേ. പാറപ്പുറത്ത് വീണ വിത്ത് അത് ഉടനെ മുളച്ചു വന്നു, പെട്ടെന്ന് അങ്ങ് പിടിച്ച്, പക്ഷെ മുളച്ചു വന്നു. ആ മണ്ണിനെ മണ്ണില്ലായിക്കാൽ ചൂട് തട്ടിയപ്പോൾ അത് കരിഞ്ഞു പോയി.
നമ്മൾ ഇത് ഏതവസ്ഥ, അതോ നല്ല നിലത്ത് വീണ വിത്ത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിക്കുന്നുണ്ടോ? ചിലതൊക്കെ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ, എന്താണെന്നറിയാമോ? കട്ടിയായിട്ടിരിക്കും ഹൃദയം. കട്ടിയായിട്ടിരുന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ വചനം വന്ന് അടിച്ചിട്ട് അങ്ങ് തെറിച്ചു പോകും. ചിലർ പറയില്ലേ, ചേമ്പലയിൽ വെള്ളം വീഴുമെന്ന് പണ്ടുള്ള ആൾക്കാർ പറയും. ചേമ്പലയിൽ വെള്ളം വീണാൽ അവിടെ ഇരിക്കുമോ? അത് ഒഴുകിപ്പോവും അല്ലേ? അതുപോലെ ഈ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ നമ്മുടെ ഹൃദയം ആകരുത്. നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഏകാഗ്രതയോടെ നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, അവനെ കാണുക. വചനത്തിലൂടെ നമ്മൾ അവനെ കാണാൻ ശ്രമിക്കുക. ദൈവശബ്ദം ദൈവം നമ്മോട് സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും. വചനത്തിലൂടെ അല്ലാതെ സംസാരിക്കും, ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ഈ ഒരു പ്രാക്ടീസ് നമുക്ക് ജീവിതത്തിൽ വരണം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. ഒരിക്കലും അവിടെ ശത്രു മോഷ്ടിച്ചു കൊണ്ട് പോകാൻ ഇടയാവരുത്. വളരെ നമ്മൾ സൂക്ഷിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ കിട്ടുന്ന വചനം നമ്മൾ സ്വീകരിക്കുക, ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുക. 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ സകല ദുഷ്ടതയും എല്ലാ ശത്രുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ മാറ്റിപ്പേ. രക്ഷയ്ക്കായി വളരുവാൻ, രക്ഷ വേണമെങ്കിൽ, സ്വർഗത്തിലെ നിത്യത നമുക്ക് വേണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കും. മായമില്ലാത്തത് മാത്രമേ ഉള്ളൂ. ആ മായമില്ലാത്ത പാൽ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഞാനും എൻ്റെ കർത്താവുമായുള്ള ബന്ധം, ആ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ ആദ്യമേ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹിച്ചിട്ട് അവസാനം സ്നേഹം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല. ആദ്യ സ്നേഹം കർത്താവിന് നമ്മൾ കൊടുത്തിട്ട് ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം രക്ഷയ്ക്കായി വളരണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ്റെ മുഖത്ത് നമ്മളെ കണ്ണുകളെ മാറ്റരുത്. നമ്മൾ വളരെ ചതുവിൽ വീണു പോകും. നമ്മൾ ദുഷ്ടൻ അവൻ്റെ ഒരു മുദ്ര കൊണ്ട് നമ്മുടെ നെറ്റിയിൽ പതിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. നമ്മളായിട്ട് നമ്മളെ വെച്ചു കൊടുക്കരുത്. നമ്മുടെ നെറ്റിയിൽ യേശു ക്രിസ്തു എന്ന നാമം നമുക്കൊരു മുദ്ര ഇട്ട് തന്നിട്ടുണ്ട്. ആ മുദ്ര മാഞ്ഞു പോകുവാൻ ഇടവരുത്. കർത്താവ് അവൻ്റെ കൂടെ നടക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ഒരു വാഞ്ച നമുക്കുണ്ടാകണം. ഇരമ്യ 6:8 കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതിരിക്കേണ്ടതിന് കർത്താവ് പറയാണ്, എന്റെ ഉള്ളം നിന്നെ വിട്ടുപിരിയാതിരിക്കണം. അതിനെന്ത് ചെയ്യണം? ആമേൻ. അപ്പൊ കർത്താവിന്റെ ഉള്ളം നമ്മളെ വിട്ടു പിരിയരുത്. നമ്മൾ വേറൊരു ഒന്നുമല്ലാത്ത വിധത്തിലായിപ്പോരുത്. ശൂന്യവും നിർജ്ജന പ്രദേശവുമായി തീരുവാൻ ഇടവരരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ശൂന്യരല്ല. എല്ലാം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാമായി. പക്ഷെ കർത്താവ് ഇല്ലെങ്കിലോ ശൂന്യവും നിർജ്ജന പ്രദേശവുമായി തീരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഉപദേശം കൈക്കൊള്ളുക. ഒരുപാട് ഉപദേശം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനകം വെച്ച് നമ്മൾ കേട്ട ഉപദേശം മാത്രം മതി ക്രിസ്തുവിൽ നമുക്ക് നിലനിൽക്കാനായിട്ട്. ഒരുപാട് ഉപദേശം നമ്മൾ കേട്ട് നാം നമ്മെ തന്നെ ചതിക്കാതെ കേട്ട ഉപദേശം വളരെ ശ്രദ്ധയോടെ നമ്മൾ സ്വീകരിച്ച് കർത്താവിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ ഹൃദയം കർത്താവിൽ ചേർന്നിരിക്കട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. കർത്താവിലാണ് നമ്മുടെ ഹൃദയം ചേർന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവൻ്റെ ഇഷ്ടം, അവൻ നിറവേറ്റിത്തരും. കർത്താവിന് കഴിയാത്ത യാതൊരു കാര്യമില്ല. നമ്മൾ എത്ര കടന്ന് ഓടിയിരുന്നാലും നമ്മുടെ പ്രശ്നത്തിന് മാറ്റമില്ല. പക്ഷെ നമ്മുടെ ഉള്ളം കർത്താവിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. കർത്താവ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരിയാണ്. അവൻ നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്കുമാറാത്തവനാണ്. വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടെ ഒന്നുകൂടി, ഇതുവരെയും നമ്മളായിരുന്നത് പോലെ അല്ല, ഒന്നുകൂടി നമ്മൾ നമ്മുടെ കർത്താവിലേക്ക് നോക്കാമോ? അവൻ്റെ മുഖത്തേക്ക് നമ്മുടെ അവൻ്റെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് പറയാം അല്ലേ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇരിക്കാം അല്ലേ? ഹാനോക്ക് എങ്ങനെയായിരുന്നു? ദൈവത്തോട് കൂടെ നടന്നു മക്കളെ, സന്താനങ്ങളെ ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞത് അവിടെ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ? കൂടെ നടന്നു, പക്ഷെ മക്കളെ ഉണ്ടാക്കി അല്ലേ?
അപ്പൊ ഏത് സമയവും നമുക്ക് വേണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് കർത്താവിനോട് കൂടെ ഇരിക്കാം. നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഏത് സമയത്തും അങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം അവൻ്റെ പ്രശ്നമാണ്. അവൻ ഏറ്റെടുത്തുകൊള്ളും. നമ്മെ ഒരിക്കലും നമ്മുടെ കർത്താവ് കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവനറിയേണ്ടതുപോലെ നമ്മളൊന്ന് അറിയുക, അവനോട് കൂടുതൽ അടുത്തിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.